ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ദേവക്കുട്ടൻ്റെ ബുക്ക് പൊതിയാനെടുത്തതാണേ. ബുക്ക് പൊതിയാനെടുത്തപ്പോൾ ഉണ്ടല്ലോ, ആ പുതിയ ബുക്കിൻ്റെ മണം. ആഹാ, ഞാനീ മണക്കുന്ന കണ്ടിട്ടേ ദിവസം ഇത് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അപ്പം ബുക്കിൻ്റെ മണം അടിപൊളിയാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ നിന്ന് മണക്കാൻ മേടിച്ചതാ കേട്ടോ. എന്നാലും ഈ മണം എന്തൊരു നൊസ്റ്റും അല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ബുക്ക് പൊതിയുന്നത്, സ്കൂളിൽ പോകണത്, മഴ നനയുന്നത് എല്ലാം ഒറ്റ സെക്കൻഡിൽ മനസ്സിലോട്ട് വന്ന. പിന്നെ പണ്ട് ഞാൻ ഓർക്കായിരുന്നു അച്ഛനൊക്കെ ഇങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞ് വരുമ്പം എന്തൊരു എഫേർട്ടാണ് എടുക്കുന്നതെന്നൊക്കെ. അതായത് ആ കാലത്തല്ല, പിന്നെ വലുതായപ്പോൾ തോന്നിയായിരുന്നു, അയ്യോ അച്ഛനൊക്കെ ബുക്കൊക്കെ പൊതിഞ്ഞ് തന്നായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ടേ. ഇപ്പം ഞാനൊരു അമ്മയായപ്പോൾ ബുക്ക് പൊതിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും ഒരു പാടുപെടലല്ലായിരുന്നു. അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ഒരുക്കുന്നതും ബുക്ക് പൊതിയുന്നതും ബാഗും സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ. പിന്നെ ഇതിപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഒരു ആഡ് കണ്ടായിരുന്നു, പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ പിക്ക് ഇട്ട് കൊടുത്താൽ മതി, അതിന് നമുക്ക് തീമൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ പേര്, സ്കൂൾ നെയിം, ഏത് സ്റ്റാൻഡേർഡാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരാം. എനിക്കൊന്ന് 250 സംതിങ് ആയിരുന്നു റേറ്റ്, ഞാൻ ഓർക്കണില്ലേ. അപ്പോൾ ടാഡ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് ചെയ്യിപ്പിച്ചത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നെയിം സ്ലിപ്പ് മാത്രമല്ല, നമ്മുടെ ബോക്സിലും കുടയിൽ, വാട്ടർ ബോട്ടിലിൽ ഒക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോയിരിക്കാനൊക്കെ പേരൊട്ടിക്കാൻ ഉള്ള അങ്ങനത്തെ ചെറിയ സ്ലിപ്പുകളും ഉണ്ടായിരുന്നേ. വാട്ടർ പ്രൂഫാണ് സംഭവം. അപ്പോൾ വാട്ടർ ബോട്ടിലൊന്നും ഒട്ടിച്ചാലോ അല്ലെങ്കിൽ കുടയുടെ പുറത്ത് ഒട്ടിച്ചാലോ ഒന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. പിന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ നെയിം സ്ലിപ്പിൽ പേരെഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, നോർമൽ പെന്നുകൊണ്ട് എഴുതാനേ. അപ്പോൾ ആളുടെ പടമൊക്കെ വെച്ച നെയിം സ്ലിപ്പ് കണ്ടപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുക. അല്ലെങ്കിൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര മടി പിടിച്ചിരുന്ന ആളാണ്. നെയിം സ്ലിപ്പ് കണ്ടപ്പോൾ ഓടി വന്നേക്കുന്നത്. ഇപ്പം നോക്കി നമ്മുടെ കുട്ടികൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് വരെയായി. പണ്ട് എൻ്റെ ഈ ഒരു പ്രായത്തിലൊന്നും എനിക്ക് ബ്രൗൺ പേപ്പർ കൊണ്ടൊന്നും അല്ല ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരുന്നേ. എന്നാൽ നോർമൽ പത്രപേപ്പർ ഒന്നും കൊണ്ടും അല്ല, അങ്ങനെ പൊതിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എൻ്റെ അച്ഛൻ വണ്ടി ഓടിക്കായിരുന്നു. അപ്പോൾ ഒരു പ്രസ്സിലെ ഓട്ടത്തിന് പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ വേസ്റ്റായിട്ട്, അതായത് ചെറിയ ചെറിയ ഡാമേജൊക്കെ വന്ന് ബുക്കിനൊക്കെ കവറാക്കുന്ന, ചെറിയ മാഗസിൻസിനൊക്കെ കവറാക്കുന്ന അങ്ങനത്തെ പേപ്പേഴ്സ് വേസ്റ്റ് വരും. അതിനൊരു വാട്ടർ കോട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നല്ല നല്ല പ്രിൻ്റൊക്കെ വരും, നല്ല പടം, കഥകളി, അങ്ങനെ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള സാധനമൊക്കെ അച്ഛൻ എടുത്തിട്ട് വരും. അതുകൊണ്ട് ഞങ്ങളുടെ ബുക്ക് പൊതിഞ്ഞാന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ആ പ്രസ്സിൽ നിന്ന് തന്നെ നമുക്ക് A4 അല്ല, ബോണ്ട് പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടുന്ന് തന്നെ ബോണ്ട് പേപ്പർ കൊണ്ടുവന്നിട്ട് അച്ഛൻ ബുക്കൊക്കെ നല്ലപോലെ കൈ കൊണ്ടുണ്ടാക്കി തരും. അതിങ്ങനെ അടുക്കി വെച്ച് തുളച്ച് നൂല് കൊണ്ട് തുന്നി നമ്മൾ എന്നിട്ടത് ബൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ പ്രസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന കട്ടിയുള്ള നല്ല കവർ കൊണ്ട് നമുക്ക് കവർ ചെയ്ത് തരും. നല്ല പെർഫെക്ഷൻ അച്ഛൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബുക്കിനെ കഴിഞ്ഞ് നല്ല ക്വാളിറ്റി. അതായത് ഈ ബോണ്ട് പേപ്പർ കൊണ്ടൊന്നും ആർക്കും ബുക്കൊന്നുമില്ല. അപ്പം അതും സാധാരണ പിള്ളേർ 200 പേജിൻ്റെ അല്ലെ 80 പേജിൻ്റെ ഒക്കെ ബുക്ക് കൊണ്ടുവരുമ്പം നമ്മുടെ ബുക്ക് 400 അല്ലെ 450 പേജിൻ്റെയൊക്കെ ഒറ്റ ബുക്കാണ്. നല്ല സ്റ്റാൻഡേർഡ്, അങ്ങനത്തെ ബുക്ക് ആർക്കും ഇല്ല കേട്ടോ. എന്നിട്ട് എൻ്റെ മിസ്സും ടീച്ചേഴ്സ് വരെ ചോദിക്കും, ഇതെവിടെ നീ ബുക്ക് വാങ്ങി? അപ്പോൾ ഞാൻ എൻ്റെ വലിയ ഇതിൽ പറയും എൻ്റെ അച്ഛനുണ്ടാക്കിയാണ്. അപ്പോൾ മിസ്സൊക്കെ പറയാം, ഞാൻ എനിക്കൂടെ ഒരു ബുക്ക് കൊണ്ട് തരുമോ? എന്നിട്ട് ഞാൻ മിസ്സിനൊക്കെ ബുക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒരു നല്ല ഓർമ്മയായിരുന്നു സ്കൂൾ കാലത്തെ ഓർക്കുമ്പോഴേ. നോക്ക്, അവൾ ബോക്സിലും വാട്ടർ ബോട്ടിലും ഒക്കെ ഒട്ടിച്ച് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ബുക്കെല്ലാം നല്ല അടിപൊളിയാക്കി നെയിം സ്ലിപ്പ് ഒട്ടിച്ചു. ഇത് സ്കൂളിൽ നിന്ന് തന്നെ തരുന്ന ബ്രൗൺ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം സ്കൂളിൽ പോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അധ്യയന വർഷം.